നമുക്ക് നല്ല ടേസ്റ്റിയായ ഉണക്കച്ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് തലയും പാലുമൊക്കെ കളഞ്ഞ് എടുത്തതാണ്. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് കഴുകിയെടുക്കണം. സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെമ്മീൻ കഴുകുമ്പോൾ അധിക സമയം വെള്ളത്തിലിട്ട് വെക്കരുത്. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ ഫ്രൈ ആയി കിട്ടാൻ സമയം കൂടുതലെടുക്കും. ഇത് നന്നായി ഇളക്കി കൊടുക്കണം, എന്നാലേ ചെമ്മീനെല്ലാം ഒരുപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അല്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വഴന്ന് ഈ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി നന്നായി യോജിപ്പിക്കണം. ചെമ്മീന്റെ ഫ്ലേവർ ഒക്കെ സവാളയിലേക്ക് നന്നായി പിടിക്കണം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ഉണക്കച്ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.